മധു എൻ്റെ സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെ അതെ, ദൈവനാമത്തിൽ. കൈതപ്രം വിശ്വംചേട്ടൻ. ഞാലിയലിക്കത്തിട്ട് 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 കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്? ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി സാറിങ്ങനെ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത മൂവിയിലേക്ക് ഹീറോ ആയിട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊന്നുകളയാൻ നിന്നെ, പിന്നെ മുഖം അങ്ങോട്ട് മാറി, കൊന്നുകളയും നിന്നെ ഞാൻ. പിന്നെ കല്യാണത്തിന് ശേഷം ശ്രീനന്ദൻ ചേട്ടൻ വിളിച്ചിട്ട് മധു MT സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണേ. MT സാറിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ ദിവ്യൻ്റെ അടുത്തുണ്ട്, അതിൽ മേത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ട വല്ല സീനുണ്ടോ എന്ന് ചോദിച്ചേ, കെട്ടിപ്പിടിക്കേണ്ട വല്ല സീനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ തന്നെ ദിവ്യയുടെ മുഖമൊക്കെ അങ്ങ് മാറി. വേണ്ട, ഇത് ശരിയാവില്ല, അപ്പോൾ ഡ്രോപ്പ് ചെയ്തു. വിളിച്ചു. ഇക്ക ഒരു രാഷ്ട്രീയക്കാരനാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കലാഹൃദയമുള്ള നല്ലൊരു കലാകാരനാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയും കൂടിയാണ്. എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കലയിലേക്ക് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുവരും, റിയാലിറ്റി ഷോ പല പല മത്സരങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കുട്ടികളെ കണ്ടുപിടിക്കും, കൊണ്ടുവരും, ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. രാഷ്ട്രീയത്തിലേക്ക് ഒരു കുട്ടികളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു രാഷ്ട്രീയ ചിന്താഗതി വളർത്തിയെടുക്കാൻ എന്താണ് ഇക്ക അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? വാസ്തവത്തിൽ ഈ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്, രാഷ്ട്രീയത്തിലേക്ക് എന്നല്ല. എന്തായാലും കുട്ടികൾക്ക് രാജ്യത്തിൻ്റെ സിസ്റ്റം എന്താണെന്ന്, എന്താണ് ഡെമോക്രസി എന്താണ് ഇലക്ഷൻ, എന്താണ് ഭരണഘടന, ഇതൊക്കെ ആളുകൾക്ക് ചെറുപ്പം മുതലേ അറിയണം. ഒന്ന് പാഠത്തിൻ്റെ ഭാഗമായിട്ടാണ്, പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് കൂടി ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവും സ്വാഭാവികമായിട്ടും. പക്ഷേ അതിനെ വല്ലാത്ത രൂപത്തിലേക്ക് ഭയങ്കരമായ രാഷ്ട്രീയ എന്താ പറയുക, കുട്ടികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും വൈരാഗ്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മാറി പലപ്പോഴും. അവിടെയാണ് കോടതിക്കും മറ്റുമൊക്കെ ഇടപെടേണ്ടി വന്നത്. അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ കുട്ടി ഇലക്ഷൻ എന്താ, കുട്ടികൾ പഠിക്കണം നിർബന്ധമായിട്ടും. പൊളിറ്റിക്സ് എന്താണെന്ന് കുട്ടികൾ പഠിക്കണം. ഇപ്പം ഞാൻ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാനൊരു അരാഷ്ട്രീയവാദിയാണ് എന്ന് പറയുന്നതൊരു നല്ല സംഭവമായിട്ട് ഞാൻ തോന്നിയില്ല. കാരണം അവനിതൊന്നും അറിയണ്ട, നാട്ടിലെന്ത് നടന്നോട്ടെ, നാട്ടിലെന്ത് കാര്യം നടന്നാലും, എന്ത് അനീതി നടന്നാലും, എന്ത് അസമത്വം നടന്നാലും മൈൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം സ്വാഭാവികമായും ചിന്തിക്കുന്നവന് നാടിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവന് രാഷ്ട്രീയ ബോധം ഉണ്ടാവും. തീർച്ചയായിട്ടും. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആളാവണമെന്നില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കുന്ന ഒരാളാണ്. രാജ്യത്തെ നമുക്ക് അറിയണമല്ലോ. നമുക്ക് ഞാൻ പത്രമൊന്നും വായിക്കാറില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് രാഷ്ട്രീയത്തോടും താല്പര്യമില്ല എന്ന് പറയുന്നത് അറിവുകളോട് അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ശ്രമം, ചുറ്റുപാടിനെ കുറിച്ച് അറിയാൻ അവൻ ശ്രമിക്കുന്നില്ല എന്നതായി അവരുടേതായിട്ട് ലോകത്തൊതുങ്ങുക എന്നുള്ളത് മാത്രമായിട്ടാണ് ഞാൻ ആ രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ വളർന്നു വരുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ ഏറ്റവും കൂടുതൽ ചുറ്റുപാടിനെ അറിയാനും അതേപോലെ നാടിൻ്റെ ചരിത്രം അറിയാനും ഒക്കെയുള്ള ശ്രമം നടത്തിയാൽ മാത്രം. കാരണം നാട് ഭരിക്കാനുള്ള അധികാരമാണ് അവനെ കയ്യിലേൽപ്പിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ വന്നു, അദ്ദേഹം നാളെ MLA ആയി, പിറ്റേ ദിവസം മന്ത്രിയായി കഴിഞ്ഞാൽ ഒരു നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ജോലി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരാൾക്ക് കൃത്യമായി രാഷ്ട്രീയ അവബോധം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, പിന്നെ മാത്രമല്ല ഇപ്പോഴത്തേക്ക് വർത്തമാനകാലത്ത് നമുക്കറിയാലോ, നമ്മുടെ മക്കളിൽ പോലും മതപരമായി വിഭജിക്കാനൊക്കെ വേണ്ടി ബോധപൂർവമായി കുത്തിവെക്കുന്ന ഒരു കാലം നമ്മളൊന്നും പഠിച്ച കാലത്ത് പോലും അല്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് നാട് മാറിക്കൊണ്ട്. ആ കാര്യത്തിൽ കുഞ്ഞാക്ക, എൻ്റെ ഫാദർ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ടുണ്ട്. വളരെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിലാണല്ലോ ഇക്കയും വളർന്നത്. തീർച്ചയായിട്ടും.
അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു പത്രക്കാരൻ, നിന്റെ വാപ്പാന്റെ 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 കണ്ടിട്ടുണ്ട്, അത് ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഹിന്ദുക്കളായിരുന്നു, എല്ലാവരും മാറിയതല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ എന്തായാലും ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ വർഗീകരിക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളൊക്കെ ഉള്ളത്. എന്തായാലും അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം ചെറുപ്പത്തിലെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ അതിനനുസരിച്ച് മാന്യത കാണിക്കണം. അപ്പോഴേ കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭയും പാർലമെൻറ്റും ഒക്കെ പലപ്പോഴും കണ്ടാൽ ഈ പിന്നെ ഇതെന്ത് എന്ന് പറയുന്ന ഒരവസ്ഥ, ഇതാണോ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ മീഡിയ ഒക്കെ അതുപോലെ ചിത്രീകരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കും. പിന്നെ അത് മാത്രമല്ല അഴിമതി, ഇതൊക്കെ ആളുകൾ ഇതിന് ഞാൻ രാഷ്ട്രീയം എനിക്ക് അറിയണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. കാരണം അവൻ കാണുന്ന രാഷ്ട്രീയം പലപ്പോഴും ഇതാണ്. അതായിരിക്കും സ്വാഭാവികമാണ്. കുറേ ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വ്യത്യസ്തമായ സംഗീത സംവിധായകരോട് കുറേ ജയൻസിൻ്റെ കൂടിയൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴും ഇനിയും ഒരു പിന്നെ സംഗീതജ്ഞൻ, അതല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക്, ഒരു ഗായകൻ എന്ന നിലയ്ക്ക് പിന്നെ എന്താണ് മധുവിന് ഇനിയുള്ള കാലത്ത് എന്താവണം എന്നുള്ളൊരാഗ്രഹം? ഇപ്പം മധു വ്യത്യസ്ത ഭാഷകളിൽ കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും മധു പാടിയിട്ടുണ്ട്. നിരവധിയായ വലിയ പ്രതിഭകളുടെ കൂടെ, ഇപ്പോൾ ഇളയരാജയെ പോലെ ഒക്കെയുള്ള വിവിധ പ്രതിഭകളുടെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വലിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അവാർഡ്, കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ്, ഏഷ്യാനെറ്റിൻ്റെ സ്ഥിരം അവാർഡുകൾ, ക്രിട്ടിക്സ് അവാർഡ്, പിന്നെ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വിവിധ അവാർഡുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കലൈമാമണി അവാർഡ്, നിരവധി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പുതിയ സംഗീതജ്ഞരുടെ കൂടെ ഒക്കെ നമ്മൾ പാടാൻ ഒക്കെ നമുക്ക് അവസരങ്ങൾ ലഭിക്കും. പിന്നെ മാത്രമല്ല ഇളയരാജയുടെ കുറേ കൺസേർട്ടിൽ അല്ലേ, രാജസാറിൻ്റെ എല്ലാ കോൺസേർട്ടിലും പിന്നെ മധു പാടിയിട്ടുണ്ട്. അപ്പോൾ വിവിധ സ്റ്റേജുകളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ നോക്കിയപ്പം 10,000-ഓളം പാട്ടുകൾ പാടിക്കഴിഞ്ഞു എന്നതാണ്. അതൊരു വലിയ റെക്കോർഡല്ലേ വാസ്തവത്തിൽ. ഈ പ്രായത്തിൽ ഒരു 10,000-ഓളം പാട്ടുകൾ പാടി എന്ന് പറഞ്ഞാൽ, പണ്ട് 2ാം ക്ലാസ്സിൽ വെച്ച് താളം പിടിച്ച് ഇന്ന് ഒരു 10,000 പാട്ടുകൾ പാടിയ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് മധു. മധുവിന് ഇനി എന്താണ് മധുവിനെ നമുക്ക് എന്താവണം എന്നാണ്, ഏത് രൂപത്തിലേക്ക് എത്തണമെന്നായിരിക്കും നമുക്കൊരാഗ്രഹം ഉണ്ടാവുക? എനിക്ക് ഇനിയും ഈ സംഗീതം തന്നെയാണ് ഞാൻ മനസ്സിലെപ്പോഴും ഉള്ളത്. ഇനിയും സംഗീതത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹവും. അത് ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ പല ഭാഷകൾ, പുതിയ ഭാഷകളിൽ പാടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇന്ത്യൻ ഭാഷകളല്ലാതെ അറബിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഭാഷകളിൽ പാടണം എന്ന ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം അത് ദൈവം തരുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതെ. അതിനുവേണ്ടി ഭാഷ പഠിക്കണം എന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ പുതിയ ഭാഷ ഭാഷയുള്ള പാട്ടുകൾ പാടുമ്പോൾ ആ ഭാഷ പഠിച്ചിട്ടല്ല ഞാൻ പാടിക്കൊണ്ടിരുന്നിരുന്നത്. അതിനെ വേറെ ലാംഗ്വേജിൽ എഴുതിയിട്ട്. പക്ഷെ അത് ശരിയാകുന്നത് ഇപ്പോൾ ശ്രേയ ഘോഷാലൊക്കെ പലരും പല പാട്ടുകാരും. അതെ, സാധാരണ സംഗീതം യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അവരുടെ ഡിക്ഷൻ, അവരുടെ ആക്സെൻറ്റ് അതെങ്ങനെയാണെന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം മറ്റുള്ള ഭാഷകൾ പാടാനുള്ളൊരു നമുക്ക് പാടാനുള്ള കഴിവ് കിട്ടിയ പോലെ തന്നെ ഒരു പുതിയ ഭാഷ പാടാനും ഒരു കഴിവ് വേണം. അങ്ങനെ മറ്റൊരു ഭാഷയിൽ നമുക്കറിയാത്തൊരു ഭാഷയിൽ അതിൻ്റെ ആക്സെൻറ്റ് ശരിയായി അനുഭവിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുള്ള ആളായിരിക്കും. ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്കത് ഈസിയാണ്. അത് അവർ സംസാരിക്കുന്ന ആക്സെൻറ്റ് അല്ലെങ്കിൽ അവർ പാടുമ്പോൾ ഉള്ള ആക്സെൻറ്റ് നമ്മളത് അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യണം. അതിങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാത്ത പല പ്രയോഗങ്ങളും തെലുങ്കിലുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ പിന്നെ അറബിയുടെ കാര്യമല്ല, അറബിയിൽ പാടണം. അതെ. ഇപ്പോൾ അറബിയിൽ, മലയാളത്തിൽ ഒരിക്കലും അറബിയിൽ അല്ലാ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അല്ലാ മലയാളത്തിൽ ളാ ഉള്ളൂ, അല്ലെങ്കിൽ ലാ. അതുപോലെ തെലുങ്കിലില്ല. അപ്പോൾ അത് ലാ ആക്കാൻ എങ്ങനെ നിങ്ങളത് അത് നമ്മൾ മിമിക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ
എന്തെങ്കിലും പുതിയൊരു വാക്ക് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇമിറ്റേറ്റ് ചെയ്ത് അത് ഞാൻ അതുപോലെ തന്നെ അതുപോലെ പറയാനോ പാടുകയാണെങ്കിൽ അതുപോലെ പാടാനോ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ആ ആക്സെൻറ്റിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് പാടിച്ച് അത് നമ്മൾ കേൾക്കേണ്ടി വരും. അതെ 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 അല്ലേ? അതെ. ഇപ്പോൾ ഈ തെലുങ്കിലാണെങ്കിൽ ജ എന്നുള്ള വാക്കുണ്ട്, ജ ജ ജ, അത് നമുക്ക് മലയാളത്തിലില്ല. ഇല്ല. ശരി. അപ്പം പിന്നെ ഈ മറ്റു ഭാഷകൾ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ പുതിയ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് ഈ ഡയറക്ടർമാർ വരാത്തതുള്ളൂ റെക്കോർഡിങ്ങിന്. വന്നിട്ടുണ്ട്. രാജാ സാറിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ നമ്മുടെ സത്യൻ ചേട്ടൻ, സത്യൻ അന്തിക്കാട്, സത്യൻ ചേട്ടൻ, അതുപോലുള്ള കമലിക്ക, അങ്ങനെയുള്ള ഈ തമിഴ്നാട്ടിൽ ഡയറക്ടേഴ്സ് വരും. അതായത് തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മുടെ രാജാ സാറിൻ്റെ റെക്കോർഡിംഗ് നടക്കുമ്പോൾ വരാറുണ്ട് മലയാളം ഡയറക്ടർമാർ. അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളുടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഫിലിം സോങ്സിൻ്റെ റെക്കോർഡിംഗ് ആണെങ്കിൽ ആ സിനിമയുടെ ഡയറക്ടറായിരിക്കും ചിലപ്പോൾ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നത്. ആണല്ലേ? ആ ഡയറക്ടറായിരിക്കും വരി പറഞ്ഞു തന്നതും അതിൻ്റെ കഥ പറഞ്ഞു തന്നതും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരണതൊക്കെ, ആ സിറ്റുവേഷൻ, ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നതൊക്കെ ഡയറക്ടറായിരിക്കും. എഴുതുന്ന ആൾ പോലും ആയിരിക്കില്ല, എഴുതിയ ആൾ പോലും അല്ല. എഴുതിയ ആൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ഡയറക്ടറായിരിക്കും പറഞ്ഞു തന്നതല്ല. ഫിലിം ഡയറക്ടറായിരിക്കും. അതെ, ഫിലിം ഡയറക്ടർ. അത് അങ്ങനെ ഒരു ഗുണം അവിടെ മറ്റുള്ള ഭാഷകൾ, പ്രത്യേകിച്ച് തമിഴ്, തെലുങ്ക്, കന്നഡയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവരുടെ ആ സിറ്റുവേഷൻ എന്താണെന്നും അതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ നമ്മൾക്ക് അർത്ഥം പറഞ്ഞു തരും. ആ ഫീല് കൊടുക്കേണ്ട ഭാഗം എങ്ങനെയാണ്, അതവിടെ അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഈ പിന്നെ അന്യഭാഷകളിലൊക്കെ പാടുക അതുതന്നെയാണ് പ്രധാനമായിട്ട്. പിന്നെ മെയിനായിട്ട് പിന്നെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് കുറച്ച് ആൽബങ്ങളിലും. ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ചെയ്ത് മൈ ഡിയർ മച്ചാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻസ് ഇല്ലേ, അക്ബർ, മൈ ഡിയർ മച്ചാൻ, അതിൻ്റെ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനും ചിത്രചേച്ചും കൂടിയാണ് അത് പാടിയതും. അത് ശരി. അതെ. ഈ പിന്നെ അവാർഡ് കിട്ടിയ പാട്ട് ഏത്? അവാർഡ് കിട്ടിയത് വാൽക്കണ്ണാടിയിലെ കേരള സ്റ്റേറ്റ് അവാർഡ്, വാൽക്കണ്ണാടിയിലെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു. അമ്മേ അമ്മേ. അതൊന്ന് രണ്ടുപേരും. ഓ, തീർച്ചയായിട്ടും. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്, മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ, ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ്, ഉടലും ഉയിരുമെരി കനലുരുകിയൊരു മധുര രുധിരമാട്, അമ്മേ അമ്മേ അമ്മേ. അമ്മേ നിട്ടുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഇതിന് കേരള സ്റ്റേറ്റ് അവാർഡ് 2002. ഇത് പിന്നെ തമിഴിൽ സ്റ്റേറ്റ് അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കുറച്ച് പാട്ടുകൾക്ക് ചേർത്താണ് തന്നത്. ഒന്നിൽ കൂടുതൽ പാട്ടുകൾക്ക് ചേർത്താണ്. അത് ശരി. 2006 പാട്ടുകൾക്ക്. അതെ. അതിൽ ഡിങ് ഡോങ് കോയിൽമണി, പിന്നെ പാസക്കിളികൾ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതിൽ തെൻട്രൽ എൻട്രും തേരേറി, അത് കരുണാനിധി സാറാണ് എഴുതിയതും. ആണോ? അതെ. സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ പാട്ടുകൾ എഴുതിയത് കരുണാനിധി. അതെ 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 അതെ. അപ്പോൾ അദ്ദേഹം എഴുതിയ സിനിമയാണ്, ആ പാട്ടാണ് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതത്തിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടുകൾ ചേർത്താണ് എനിക്ക്. അപ്പോൾ കരുണാനിധി എഴുതിയ പിന്നെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം ചെയ്ത് മധുവിന് പാടാൻ അവസരം. അതിന് രണ്ടുപേരും ഓർമ്മയുണ്ടോ? ഈ തമിഴ് മലയാളത്തെക്കാളും കുറച്ചും കൂടി ഒരു പൊയറ്റിക് ലാംഗ്വേജ് അല്ലേ? ഏറ്റവും കൂടുതൽ എല്ലാവരും പൊതുവെ പറയുന്നത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, പിന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. പാട്ടുകൾക്ക് പാടാനാണെങ്കിലും റെസ്പെക്റ്റിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ ഒരു ഭാഷയ്ക്ക് നമ്മുടെ മലയാളത്തിലുള്ളേക്കാളും റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറേ യൂസേജസ് തമിഴിലുണ്ട്. അതെ. അത് നമുക്ക് മലയാളത്തിൽ കിട്ടില്ല. പിന്നെ മലയാളത്തിൽ നമുക്ക് എല്ലാ ട്യൂണിനും ലിറിക്സ് വഴങ്ങില്ല. പക്ഷെ അവിടെ എടാ പോടാന്ന് വിളിച്ചാലും വാടാ ഇനി എന്ന് പറഞ്ഞാലും അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചും തമിഴിൽ പാട്ടുണ്ടാക്കാം. അതെ. അപ്പോൾ വാടാ വാടാ പയ്യ അങ്ങനെ, അതിപ്പോൾ മലയാളത്തിലും വാടാ വാടാ പയ്യ ഉണ്ടാക്കാം. പക്ഷേ അതുകൂടാണ്ട് ഈ ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ അതുപോലത്തെ വാക്കുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ അത് മലയാളത്തിൽ പാടിക്കഴിഞ്ഞാൽ അത് പക്ഷേ അത് കറക്റ്റായിട്ട് ഫ്ലെക്സിബിൾ ആവില്ല. അതാണ് പ്രശ്നം. ഈ തമിഴ് കരുണാനിധി വരികൾ എഴുതി മധു പാടിയ പാട്ടൊന്ന് രണ്ടുപേരും പാടും. തെன்றൽ என்றும் தேரேறி திருமன்றம் வந்த முல்லை மலரே, தென்றல் என்னும் தேரேறி
തിരുമണ്ഡ്രം ബന്ധ മുല്ലൈ മലരേ. ഇതാണ് തുടങ്ങുന്നത്. പ്രഭു, ആക്ടർ പ്രഭുവാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ പാട്ട് പാടിയിട്ട് കരുണാനിധിയെ കണ്ടോ? ഈ അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് അവാർഡ് കരുണാനിധി സാറാണ് തന്നത്. അത് ശരി. അല്ല, അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെയാണ് പാടി. അതെ, അത് പക്ഷേ അതിൽ മൊമെൻറ്റോയിലും സർട്ടിഫിക്കറ്റിലും 2006 പല പാട്ടുകളുടെ എല്ലാം കൂടി ചേർത്താണ്. അതെ, പല പാടലുകൾ. ഹിന്ദി പാടിയില്ല. ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്. ഈ ബോധവൽക്കരണ സിനിമകളൊക്കെ, കൊമേഴ്ഷ്യൽ മൂവീസിലെ ഞാൻ പാടിയിട്ടില്ല. അതെ, ഒരെണ്ണം പാടാനായിട്ട് വന്നതായിരുന്നു. അത് ശ്രീ അഭിനയിക്കേണ്ട ഒരു മൂവിയായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ അത് പാട്ട് പാടി അൽക്കയാഗ്നിക്കിൻ്റെ സ്റ്റുഡിയോയിൽ ആണ് ഞാൻ പാടിയത് ബോംബെയിൽ. പക്ഷെ അതെന്തോ കാരണം കൊണ്ട് സിനിമ പിന്നീട് നടന്നില്ല. മധു എൻ്റെ സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെ, ദൈവനാമത്തിൽ. കൈതപ്രം വിശ്വൻചേട്ടൻ്റെ സംഗീതം. കൈതപ്രം വിശ്വൻചേട്ടൻ. അതെ. ഞാലിയലിക്കത്തിട്ട് കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പിന്നെ അതിനുശേഷം ഒരു മാപ്പിള ടച്ചുള്ള വേറെ ഏതെങ്കിലും? പിന്നെ പാടിയിട്ടുള്ളത് ഞാൻ ബസ് കണ്ടക്ടറിൽ നമ്മുടെ MJ ചന്ദ്രൻ കുട്ടൻചേട്ടൻ്റെ മ്യൂസിക്കിൽ മാനത്തെ മണിച്ചിത്തത്തെ ലെല്ലേലേ മണിവളക്കിലുങ്ങണതെന്താണ്, അങ്ങനൊരു പാട്ടുണ്ട്. പിന്നെ വേറെയും പാടിയിട്ടുണ്ട് ഞാൻ മാപ്പിളപ്പാട്ട് സ്റ്റൈലിലുള്ള പാട്ടുകൾ. അങ്ങനെ ആ രീതിയിലുള്ള മാപ്പിളപ്പാട്ട് ഏതെങ്കിലും പാടാറുണ്ടോ? കോൺസെർട്ടിൽ പാടുന്നുണ്ട്. സംഗീത പമകരി, ആകെ ചുറ്റിലകത്ത് ആ പാട്ട്. പിന്നെ ഞാനൊരു ആൽബത്തിൽ ഫുൾ പാട്ടുകളൊക്കെ പാടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതെ. ബെയ്ത്ത് പാടിയിട്ടുണ്ട്. ആണോ? ഈ രാഷ്ട്രീയവും പാട്ടുമായിട്ട് ബന്ധം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നല്ല ബന്ധമുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിൽ പിന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഞാൻ തന്നെ ഇഷ്ടംപോലെ പല പാർട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാൻ പാടിയിട്ടുണ്ട്. ഇക്കയ്ക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. അതെ, ഇനിയും പാടാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ ഈ പാട്ടൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് ഇലക്ഷൻ്റെ പ്രചരണ സമയത്ത്. പിന്നെ അത് കൂടാണ്ട് KPSC ഇതിൽ ഇഷ്ടംപോലെ നമ്മുടെ വയലാർ ദേവരാജൻ ആ കൂട്ടുകെട്ടിൽ ഇഷ്ടംപോലെ വിപ്ലവ ഗാനങ്ങൾ, ഇതുപോലത്തെ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അത് എല്ലാം വളരെ ഇപ്പോഴും നമ്മുടെ എന്തെങ്കിലും റിയാലിറ്റി ഷോയിൽ പോലും അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട് കുട്ടികൾ. തീർച്ചയായിട്ടും. അല്ല, ഇത് വാസ്തവത്തിൽ രാഷ്ട്രീയം ലോകത്തെവിടെയും ഈ പറഞ്ഞ വലിയ തത്വസംഹിതമൊക്കെ ഉണ്ടെങ്കിലും അതിനെ ജനങ്ങളെ മനസ്സിലേക്ക് ശരിക്കും കൊടുക്കുന്ന, ലളിതമായി കൊടുക്കുന്നത് എത്തിക്കണമെങ്കിൽ നാടകവും പാട്ടും കലയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. തെരുവ് നാടകം. ഇപ്പം കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരുന്നതിന് വലിയ പങ്കല്ലേ KPSC വഹിച്ചത്? വലിയ പങ്ക്. തീർച്ചയായിട്ടും. വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ ഗാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ സംഗീതത്തിന് അല്ലാതെ തന്നെ എല്ലാം കൊണ്ടും എല്ലാ മതത്തിലും സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയത്തിലും മതത്തിലും വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ല, നമ്മൾ ദൈവത്തിനെ പ്രകീർത്തിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ഇപ്പം നമ്മുടെ ഹിന്ദുസിൻ്റെ ഇതിലാണെങ്കിൽ വേദങ്ങളും അതിലൊക്കെ സംഗീതമുണ്ട്. പിന്നെ സാമവേദം അതിൽ സ്വരങ്ങൾ വെച്ചിട്ടാണ് അത് ചൊല്ലുന്നത്. പിന്നെ ഡെയിലി അമ്പലങ്ങളിൽ ഭക്തിഗാനങ്ങൾ പ്ലേ ചെയ്യും. ചില മന്ത്രങ്ങൾ തിരുമേനിയും അവിടെ ഉള്ളിൽ പൂജിക്കുന്നവർ സംഗീത രൂപേണയാണ്. ഖുർആൻ പോലും ഓതുന്നത് ഒരു താളമല്ലേ? വലിയ സംഗീതത്തിൽ, സംഗീതത്തിലാണ്. പിന്നെ പള്ളിയിലാണെങ്കിൽ കുർബാന, നൊവേന, അതെല്ലാം സംഗീതത്തിലൂടെയാണ്. ലോകത്തിന് കൃത്യമായ പ്രപഞ്ചത്തിന് ഇവിടുത്തെ ജീവികൾക്ക് താളമുണ്ട്, ലയമുണ്ട്, രാഗമുണ്ട്. യെസ്, കറക്റ്റ്. അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ, കവിതകൾ ഒക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പ്രണയാഭ്യർത്ഥന നടത്തി പിന്നെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, ഒരു കത്ത് കൊടുത്തു, കത്തിന് തിരിച്ച് മറുപടിക്ക് വേണ്ടി മേഘദൂത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മൂന്നാമൻ്റെ അടുത്ത് അയച്ചിട്ട് ഹംസദൂത് പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കാത്തിരിപ്പിന് ആളുകൾക്ക്, ഇപ്പോഴത്തെ തലമുറക്ക് ഒരു കാത്തിരിപ്പിന് തീരെ സഹനശേഷി ഇല്ലാത്തൊരു കാര്യം. ലോകത്തിൻ്റെ ജീവിതശൈലി മാറിയല്ലോ. പണ്ട് ആ ഒരു ഇത് മാറി. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്
എങ്ങനെയൊക്കെ ഇതൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഫോറിൻ കൾച്ചറുകൾ കൂടുതൽ നമ്മുടെ ഇതിലേക്ക് അതിനെപ്പറ്റി അറിയാനും മനസ്സിലാക്കാനും അത് പിന്തുടരാനും തുടങ്ങി ജനങ്ങൾ. തീർച്ചയായും പണ്ടൊക്കെ ഒന്നും മാത്രമല്ല, നമ്മളൊരു പ്രേമലേഖനമൊക്കെ കൊടുക്കണമെങ്കിൽ അതെ എത്ര വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ സാഹിത്യമൊക്കെ കടമെടുത്ത് അല്ലേ 4-5 പ്രാവശ്യമൊക്കെ മാറ്റി എഴുതിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് അത് കൊടുത്താൽ തന്നെ അത് പിന്നെ അതിൻ്റെ ഒരു മറുപടി കിട്ടുമോ? അതെ അതെ അതെ, മറുപടി കിട്ടാനുള്ളൊരു കാത്തിരിപ്പ്. അതെ, അങ്ങനെ കുറേ സംഗീതം, കുറേ പാട്ടുകൾ അതിനെക്കുറിച്ചൊക്കെ. തീർച്ചയായിട്ടും. അതെ, ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്നപ്പോൾ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ അപ്പുറത്ത് നീലട്ടിക്ക് കണ്ടാൽ പിന്നെ നമ്മൾ അത് പ്രതികരണം വന്നില്ലെങ്കിൽ നമ്മൾ നേരെ പ്രശ്നമൊക്കെയാണ് അല്ലേ പോയിട്ട്. ഒരു കാത്തിരിക്കാൻ സമയമില്ലാത്തൊരു കാലം, കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. ഇപ്പോൾ പി ഭാസ്കര മാഷൻ്റെ മറ്റേ എന്താണ് കായലരികത്ത് അല്ലേ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ പിന്നെ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കെന്നെ ചേർക്കണേ ഒരു പ്രണയാഭ്യർത്ഥനയാണ്. അതെ അതെ അതെ. പിന്നെ കുറേ സമയം കാത്തിരുന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എന്താ പറയുന്നത്, വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം. കഷ്ടപ്പെടണം, ഒരു കാത്തിരിപ്പ്. അതേക്കുറിച്ചുള്ള കുറേ ഗാനങ്ങൾ പണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു പാട്ട് ഫുള്ളായിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ പലർക്കും ഇല്ല. 1.5 മിനിറ്റ്. അതുകൊണ്ട് തന്നെ സിനിമ പാട്ട് പോലും പകുതിയായി. റീൽസാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ 1 മിനിറ്റിൻ്റെ പാട്ട് അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങി, അങ്ങനെയൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങി. 1 മിനിറ്റിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ. 1 മിനിറ്റ് പാട്ട് 1 മിനിറ്റ് ആക്കിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം അത് റീലിന് വേണ്ടിയിട്ടാണ്, മെയിൻ റീൽ. കാരണം ആൾക്കാർക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരു പാട്ട് കേൾക്കാനുള്ള ക്ഷമയില്ല. ഇപ്പോഴത്തെ എല്ലാവരും പറയുന്നത് ഈ യൂട്യൂബിൻ്റെയൊക്കെ എന്താ പറയുക, ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതൊക്കെ അവർ പറയുന്നത് ഒരു പാട്ടൊക്കെ ഒരു പല്ലവി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ മാറ്റി തുടങ്ങും, അടുത്ത പാട്ടിലേക്ക് പോകും. പല്ലവി അനുപല്ലവി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ക്ഷമയില്ല. നിങ്ങളും പാടുന്ന അങ്ങനെയാണ് ഇപ്പോൾ പല അവസാനത്തെ എന്താ ചെയിൻ സോങ്. അതെ, അത് ആ ചെയിൻ സോങ് പോലെയാണ് ഇപ്പോൾ. ചെയിൻ സോങ് ആണ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലേ. പിന്നെ ആളുകൾക്ക് ഇങ്ങനെ വിഷ്വൽ ഇങ്ങനെ പെട്ടെന്ന് മാറണം. ഒരു പാട്ടിൽ ഇപ്പോൾ ഒരു വിഷ്വൽ ഇത്ര നേരം, ഒരു വിഷ്വൽ കുറച്ച് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ വിഷ്വൽ മാറിക്കൊണ്ടിരിക്കണം, ഡ്രസ്സ് മാറണം, കളർ മാറണം, എല്ലാം മാറണം. അതാണ് ക്ഷമ തീരെ നമുക്കില്ലാതെ പോയി ഇല്ലേ പുസ്തകത്തിൽ. മധു ഒരു ഗായകൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. നന്നായിട്ട് മിമിക്രി ചെയ്യുന്നു. എനിക്കൊന്ന് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിലോ ഞാൻ തന്നെ കണ്ടു. പിന്നെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്? ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി അവിടെ ഞാൻ പഠിച്ച അക്കാഡമിയുടെ തൊട്ടപ്പുറത്തൊരു ഡോഗ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, അവിടെ വന്നതാണ് അവർ. അപ്പോൾ അവരെ എൻ്റെ അക്കാഡമിയിൽ എൻ്റെ കൂടെ ഒരു അൾസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഇവരെന്നെ കാണുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു, ഇങ്ങനെ സാർ ഇപ്പോൾ ഒരു പുതു പടം ഒന്നും ഞങ്ങൾ എടുക്ക പോகிறோம், അത് ഹീറോണ് അടിக்கிறீங்களா എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എസ് പറഞ്ഞില്ലേ? ഇല്ല, എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തൊന്ന് ചോദിക്കണം, കാരണം സാറാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുരുകുലം രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കൊഞ്ചം വെയിറ്റ് പണ്ടുക, ഞാനോട് ഗുരുനാഥർ ഇരിക്കാറട്ടെ, കേട്ടിട്ട് പറയാം എന്നിട്ട് ഞാൻ ഉള്ളിൽ പോയി സാറിനോട് ചോദിക്കാം. സാറിങ്ങനെ അടുത്ത് പറഞ്ഞു, സാറിങ്ങനെ 2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത മൂവിയിലേക്ക് ഹീറോ ആയിട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാറിങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. കൊന്നുകളയാൻ നിന്നെ എന്ന് പറഞ്ഞു. പിന്നെ മുഖം അങ്ങോട്ട് മാറി, കൊന്നുകളയും നിന്നെ ഞാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ടാരോ അവിടെ ഒരു ഗായകൻ അവിടെ പാട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം സിനിമയുടെ ഫീൽഡിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അവസാനം ഗാനമില്ല, സിനിമയില്ലാത്ത അവസ്ഥ. അദ്ദേഹം സിനിമയിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചു, പാട്ടും പാടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഞാനിനി അങ്ങനെ പോവോ, വഴി തിരിഞ്ഞു പോവോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് വിട്ടില്ല. പിന്നെ സംഗീതത്തിൽ മാത്രം ഇങ്ങനെ ഉറച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പും കന്നഡ മൂവിയിലും, പിന്നെ ഡയറക്ടർ അർജുനല്ലേ, അർജുനനെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. നടൻ അർജുൻ, ആക്ടർ അർജുൻ. ശരി, അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം പ്രിയനന്ദൻ ഇല്ലേ ഡയറക്ടർ, അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. MT സാറിൻ്റെ കഥ, MT സാറിൻ്റെ കഥയാണ്. അപ്പോൾ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞടയാണ്. അപ്പോൾ പ്രിയനന്ദൻ ചേട്ടൻ വിളിച്ചിട്ട്, മധു MT സാറ് പറഞ്ഞിട്ടാണ് വിളിക്കണേ. MT സാറിൻ്റെ കഥയിലുള്ള ആ നായകൻ്റെ ആ ഒരു ഫേസ് കട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഫേസാണ് മധുവിനുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കണത്. പുതിയൊരു മൂവിയാണ്, നല്ല കഥയാണ്,
അപ്പോൾ ശരി അപ്പോൾ MT സാറിൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇതായി ഇൻട്രസ്റ്റായി. അപ്പോൾ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ, അപ്പോൾ ദിവ്യ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ദിവ്യേൻ്റെ അടുത്ത് അതിൽ മേത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ട വല്ല സീനുണ്ടോയെന്ന് ചോദിച്ചേ, കെട്ടിപ്പിടിക്കേണ്ട വല്ല സീനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വേദന വീണ്ടും ഞാൻ പ്രിയനോട് വിളിച്ചു. പ്രിയനന്ദൻ ചേട്ടാ അതിലിങ്ങനെ എന്തെങ്കിലും ശരീരത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ടി വരുമോ? ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നായിക ഇങ്ങനെ കുളക്കടവിൽ നിന്ന് ഈറനോടെ കയറി വരുന്നുണ്ട്. അപ്പോൾ കച്ച പോലെ കെട്ടിയിട്ട്, അപ്പോൾ അങ്ങനെ ഈറനോടുകൂടി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദിവ്യയുടെ മുഖമൊക്കെ അങ്ങ് മാറി. വേണ്ട ഇത് ശരിയാവില്ല, അപ്പം ഡ്രോപ്പ് ചെയ്തു. വിളിച്ചു പറഞ്ഞു. ഒന്ന് ഗുരു കാരണം ഡ്രോപ്പ് ചെയ്തു, അതെ, ഒന്ന് ദിവ്യ കാരണം ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ ദിവ്യ പറഞ്ഞു എവിടെ വേണമെങ്കിലും പൊക്കോ, ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ആണല്ലേ, അത് ശരി. പക്ഷെ ഇപ്പൊ നമ്മളെ തേടി വരുന്നുമില്ല. അതെ, മധുവിനൊരു ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പോലെ എനിക്ക് തോന്നിയത് വാസ്തവത്തിൽ. ആണല്ലേ? ഞാൻ പിന്നെ എന്താ ടോപ്പ് സിംഗറിൽ ഞാൻ കണ്ടപ്പോഴും നന്നായിട്ട് മാത്രമല്ല നന്നായി മിമിക്രി ചെയ്യുമല്ലോ. ആരെ ശബ്ദം എടുക്കാൻ പലരും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മിമിക്രി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. പക്ഷേ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ അല്ലേ, അവരുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവർക്ക് അറിയാം ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെന്നെ സ്റ്റേജിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വിളിക്കും. അപ്പം ഞാൻ ആകെ പെട്ടുപോകും, നിവൃത്തിയില്ലാത്ത സ്റ്റേജിൽ അവതരിപ്പിക്കും. അങ്ങനെ പറഞ്ഞാണ് ഇവിടെയൊക്കെ അറിഞ്ഞതും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു അത്. ഞാൻ സ്ത്രീ ശബ്ദത്തിൽ പാടിയല്ലോ ഒന്ന്. അതെ ഇല്ലേ? അതെ കമൽ സാറ്, രജനി സാറ്, പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓക്കെ എളുപ്പമുള്ള ഏതെങ്കിലും. പൊന്മണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതം സ്വർണ്ണപടികേട് മക്കർ പെണ്ണാതെ, അതൊക്കെ കമൽ സാറിൻ്റെ കടവുൾ പാതി മൃഗം പാതി ചേർന്ന് കലന്ത കലവൈ നാൻ, അങ്ങനെയൊക്കെ കമൽ സാർ അവരുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുമോ? അത് കഴിയും. സുന്ദരനിയും സുന്ദരൻ ഞാനൊക്കെ പാടാറുണ്ട്. കമൽ സാറ് പാടിയ പാട്ട് പാടാറുണ്ട്. അപ്പം കൃത്യമായി പറഞ്ഞാൽ ഒരു എന്താ പറയുക സകല കല. അയ്യോ. അപ്പം മധു, എന്തായാലും മധുവിൻ്റെ വളരെ തിരക്കിട്ട ഈ സമയം, അതെ നമുക്ക് സമയം തികഞ്ഞില്ല മുഴുവൻ സംസാരിക്കാൻ. അതെ പിന്നെ എന്തായാലും നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞത്, പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും മധുവിനും ഇതേപോലെ ഇനിയും കൂടുതൽ ഭാഷകളിൽ കൂടുതൽ പാട്ടുകൾ പാടാൻ, ഇക്കയ്ക്കും അതുപോലെ രാഷ്ട്രീയത്തിൽ ഇനിയും അനേകം നേട്ടങ്ങളെ കൊയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.